അല്ല ഇതിനകത്ത് നേരത്തെ ഈ സാധാരണയൊക്കെ നിരന്തരം പരിഹസിക്കപ്പെടുന്നയാളാണ് ഈ പ്രത്യേകിച്ച് കോൺഗ്രസ് ഹാൻഡിലുകളും ഒക്കെ പരിഹസിക്കുന്നയാളാണ് എം എം മണി. അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ നമ്മളത് അദ്ദേഹം അത് അവകാശപ്പെടും. ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയിരിക്കുന്ന ബൈറ്റിനടിയിലും പരിഹസിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയില്ലെന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അന്ന് ഈ പ്രതിസന്ധി ഇല്ല, പവർ കട്ടില്ല. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെന്താ വരൾച്ച ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ലേ? വരൾച്ചയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ 10 വർഷത്തിനിടയ്ക്ക് വരൾച്ച ഉണ്ടായിട്ടില്ലേ? വരൾച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. ആ വരൾച്ചയെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ യഥാസമയം തേടിയിരുന്നു എന്നുള്ളതാണ്. ഇത് സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട പ്രശ്നവുമല്ല. ഇതിൽ KSEBയുടെ വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ KSEB ഒരു കരുതൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. എൽനീനോ മുന്നറിയിപ്പും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട്. അത് മാത്രമല്ല, ജൂലൈയിലെ മഴ ഏതാണ്ട് 94% മഴ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് വല്ലാതെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തുടർന്നങ്ങോട്ട് കുടിവെള്ളക്ഷാമമോ അതല്ലെങ്കിൽ ഈ കാർഷിക മേഖലയിലേക്കുള്ള ജലസേചനത്തിൻ്റെ കാര്യത്തിൽ പ്രതിസന്ധിയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള കരുതൽ ചിലപ്പോൾ ഉണ്ടാവാം. അതിപ്പോൾ KSEBയുടെ ആവണമെന്നില്ല. KSEBക്ക് വൈദ്യുതി ഉണ്ടാക്കിയാൽ മതി. പക്ഷേ സർക്കാരിന് പൊതുവേ അങ്ങനെ ഒരു കരുതൽ കൂടി ഉണ്ടാവാമെന്ന് ഞാൻ പോസിറ്റീവായി തന്നെ അതിനെ കരുതുകയാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു മുൻകരുതൽ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വേണമെങ്കിൽ വൈദ്യുതി, അതായത് ഈ പ്രതിസന്ധി മറികടന്ന് പോകാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പൊതുവെ ഈ രംഗത്ത് നിൽക്കുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ സാധാരണ വൈദ്യുതിയുടെ ഒരു പ്രൊഡക്ഷൻ നടത്താവുന്നത്രയും അവസ്ഥയിൽ തന്നെ ജലം ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ 28, ഇത്തവണ കഴിഞ്ഞ തവണ 60% ഉണ്ടായിരുന്നു, ഇത്തവണ 28.8% ഉള്ളൂ എന്നൊക്കെ KSEB വിശദീകരിക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി ഉൽപ്പാദനം തടസ്സം കൂടാതെ നടക്കാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ ഈ കരുതലിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു. എൽനിനോയെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് എന്നാണ് കരുതുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് മഴക്കാലത്ത് നമ്മൾ ഒരു കാലത്തും പവർ കട്ട് കണ്ടിട്ടില്ല. അതായത് നമ്മൾക്ക് വേനൽക്കാലത്താണ് ഈ പവർ കട്ട് വരിക. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോഴാണ് വലിയ പ്രതിഷേധം ഉയരുക. ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധമാകാം വേൾഡ് കപ്പ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടുള്ള പ്രതിഷേധമാണ്. കാരണം വലിയ ചൂടില്ല. മറ്റേത് വലിയ ചൂടുള്ള സമയത്ത് പവർ കട്ട് കൂടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുള്ളത്. ആ നിലയ്ക്കൊരു ഭാഗ്യം UDF സർക്കാരിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ഈ പവർ കട്ട് ഉണ്ടായത്, അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് ഏത് സർക്കാരായാലും ആ സമയത്തുള്ള ആളുകളുടെ പ്രതികരണം കുറെ കൂടി രൂക്ഷമായേനെ. അതെ, ഇത് ലോഡ് ഷെഡിങ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ആളുകൾ വലിയ പ്രയാസമൊക്കെ പറഞ്ഞിരുന്നല്ലോ. LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ വലിയ പ്രശ്നം പറഞ്ഞിരുന്നു. ഇതിപ്പോൾ പവർ കട്ടിന് ഇപ്പോഴുള്ള പവർ കട്ടിൻ്റെ വേറൊരു വലിയ പ്രശ്നം, ഇതിനൊരു തീർച്ചയായും തീരുമാനമില്ല. 2 തവണകളായിട്ട് 1 മണിക്കൂറോളം കറണ്ട് പോകുന്നുണ്ട്. ഇതല്ലാതെ രാത്രി തുടർച്ചയായി കറണ്ട് ഇല്ലാതാവുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം അവർക്ക് 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇവരുടെ ഈ സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത് നിർത്തിവെക്കുന്നത്. അതുകൊണ്ടാണ് ലോഡ് ഷെഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നതെന്നൊക്കെയാണ് ഇവർ വിശദീകരിക്കുന്നതെങ്കിലും ആളുകളെ സംബന്ധിച്ച് എന്താണ്, കറണ്ട് പോകുന്നു എന്നുള്ളതാണല്ലോ അതിനകത്തുള്ള യാഥാർത്ഥ്യം. ഇപ്പോൾ അന്നമനടയിലുള്ള ആളുകൾ വയലൻ്റായി. ഇനി വയലൻ്റ് ആവില്ല. കാരണം ഇനി അവർ ജനറേറ്റർ കൊണ്ടുവെക്കും. ഡേവിഡ് സഖാവിൻ്റെ ആശങ്ക കാര്യമില്ല. കാരണം അവർ നേരത്തെ കരുതി കൂട്ടി ജനറേറ്ററൊക്കെ വെച്ചിട്ടായിരിക്കും ഇനി ഇരിക്കാൻ പോവുക. അങ്ങനെ ഈ സീസൺ ഇപ്പോൾ അവർക്ക് എന്താണെന്ന് ഈ സർക്കാരിനെ കുറിച്ചൊരു വിശ്വാസം വന്നു, കറണ്ട് ഉണ്ടാവില്ല അത്. അപ്പോൾ ഈ സീസൺ അവരങ്ങ് അതിജീവിച്ച് പോകും. പക്ഷേ കേരളം ദീർഘവീക്ഷണത്തോടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തണം. കാരണം നമുക്കിപ്പോൾ ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ, വലിയ മെഗാ പ്രോജക്റ്റുകൾ പറ്റില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കേരളത്തിൽ ആണവ നിലയങ്ങളും സാധ്യമല്ല. പിന്നെ ഈ 2 കാര്യവും ആലോചിച്ചാലും ഇപ്പം നമ്മളൊരു ആധുനിക മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇത് രണ്ടും നടപ്പാക്കിയേക്കാമെന്ന് ചിന്തിച്ചാൽ പോലും ഇവിടുത്തെ പരിസ്ഥിതിവാദികളും ഒന്നും ഒരു തരത്തിലും സമ്മതിച്ചു തരികയുമില്ല. പിന്നെ ഈ ചെറുകിട പ്രോജക്റ്റുകൾ കൂട്ടുക, സോളാർ പവർ ശേഖരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, മറ്റ് ബദൽ മാർഗങ്ങളെല്ലാം പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് സ്വയം പര്യാപ്തത വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് തന്നെ നമുക്ക് കരുതാം.